കുരിശിൽ മരിച്ച ക്രിസ്തു അടക്കപ്പെട്ടതിന് ശേഷം മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റു എന്ന വസ്തുതയാണ് ക്രൈസ്തവ വിശ്വാസധാരയുടെ ആധാരശില. വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ തിരുവുത്ഥാനത്തിൻ്റെ സന്ദർഭങ്ങളെ വിവരിക്കുന്ന കവിതകളെയാണ് ഈസ്റ്റർ ലില്ലികളിലൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സ്വർഗവും ഭൂമിയും ആഹ്ലാദത്തിൽ ആറാടിയ നിമിഷങ്ങളായിരുന്നു ഉത്ഥാനത്തിൻ്റെ നിമിഷങ്ങൾ. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും സ്വർഗീയ ഗായകരോടൊപ്പം ഈ അനിർവചനീയമായ അനുഭൂതി പങ്കുവയ്ക്കുന്നു. 4 സുവിശേഷകരും ആലേഖനം ചെയ്യുന്ന തിരുവുത്ഥാനത്തിൻ്റെ ആ മഹാനിമിഷങ്ങൾ, അതിൻ്റെ പ്രതിധ്വനികൾ മലയാള കവികളുടെ ഹൃദയവീണകളെയും ഉണർത്തുന്നു. അങ്ങനെ അവരുടെ കവനങ്ങൾ ഈസ്റ്റർ ലില്ലികളായി ഇവിടെ വിടരുന്നു. പ്രകൃതിക്കും ഉടയവനായവൻ്റെ പുനരുത്ഥാനമെന്ന പ്രകൃത്യാതീതമായ പ്രതിഭാസത്തെ ആദ്യം കാണുവാൻ ഭാഗ്യം സിദ്ധിച്ചത് ലില്ലിപ്പൂക്കൾക്കാണ് എന്ന് കവിപക്ഷം. ആ അനിർവചനീയമായ അനുഭൂതിയുടെ പുതുക്കം എന്നവണ്ണം ഓരോ ഈസ്റ്റർ കാലത്തും പ്രകൃതിയുടെ പുഞ്ചിരിയായി ലില്ലിപ്പൂക്കൾ വിരിയുന്നു. എന്താവും ഈ പുഷ്പങ്ങൾക്ക് ഈ സൗഭാഗ്യം സിദ്ധിക്കുന്നതിന് കാരണമായി തീർന്നത്? തീർച്ചയായും അവയുടെ പുഞ്ചിരിയിൽ വിടരുന്ന അവരുടെ ആത്മശോഭ തന്നെയാവണം. ഡോക്ടർ എം മത്തായി തൻ്റെ ദീർഘകാലത്തെ അധ്യാപന പരിചയത്തോടൊപ്പം തന്നെ കാവ്യ മുരളിക കയ്യിലേന്തുവാനുള്ള നിയോഗം സിദ്ധിച്ച കവിയാണ്. ഇത്ര ഹൃദ്യമായ വരികളാണ് അദ്ദേഹത്തിൻ്റെ ആ തൂലിക മലയാളിക്ക് സമ്മാനിക്കുന്നത്. നമുക്കും ശ്രദ്ധിക്കാം ഈസ്റ്റർ ലില്ലികൾ. ക്രിസ്തുവിൻ ജനനത്തെ അറിയിക്കുവാൻ വേണ്ടി എത്തി മണ്ണിലേക്കൊരു മാലാഖയെപ്പോൾ തന്നെ. ക്രിസ്തുവിൻ ജനനത്തെ അറിയിക്കുവാൻ വേണ്ടി എത്തി മണ്ണിലേക്കൊരു മാലാഖയെപ്പോൾ തന്നെ. അവന്റെ ഉദ്ധാരവും അതുപോലെ അറിയിക്കാനവിടേക്കൊരു ദൈവദൂതൻ വന്നണഞ്ഞല്ലോ. അവന്റെ ഉദ്ധാനവും അതുപോലെ അറിയിക്കാനവിടേക്കൊരു ദൈവദൂതൻ വന്നണഞ്ഞല്ലോ.
ചുന്നപോലുയർത്തെഴുന്നേറ്റും കാണിക്കുവാൻ വന്നതേ മാലാഖയ കല്ലറ തുറന്നിട്ടു. ചുന്നപോലുയർത്തെഴുന്നേറ്റിന്നു കാണിക്കുവാൻ വന്നതേ മാലാഖ കല്ലറ തുറന്നിട്ടു. നിശൂന്യം കുഴിമാടം തൂവാല ചുരുട്ടിയതവ ശവക്കച്ചൈവ വെവ്വേറെ കിടക്കുന്നു. നിശൂന്യം കുഴിമാടം തൂവാല ചുരുട്ടിയതാ ശവക്കച്ചൈവ വെവ്വേറെ കിടക്കുന്നു. എത്രയോ മഹത്വമം ദൈവനന്ദനൻ തന്റെ ഉത്ഥാനം ലോകോത്തരമറിഞ്ഞീലൊരുത്തനും. എത്രയോ മഹത്വമം ദൈവനന്ദനൻ തന്റെ ഉത്ഥാനം ലോകോത്തരമറിഞ്ഞീലൊരുത്തനും. സർവമറിഞ്ഞുള്ളം കുളിർത്തു ചിരിക്കുവാനുണർവിലുണ്ടായതു ലില്ലിപ്പൂ ചെടി മാത്രം. സർവമറിഞ്ഞുള്ളം കുളിർത്തു ചിരിക്കുവാൻ ഉണർവിലുണ്ടായത് ലില്ലിപ്പൂ ചെടി മാത്രം. വിശ്വദീപമെന്ന മഹാകാവ്യത്തിലൂടെ മലയാള കവിതാ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചാ വഴികളിൽ മായാത്ത മുദ്രകൾ പാദമുദ്രകൾ പതിപ്പിച്ച മഹാനുഭാവനാണ് പുത്തൻകാവ് മാത്തൻ തരകൻ. ഒരു ദൈവനിയോഗമെന്ന വണ്ണം തൻ്റെ കാവ്യസിദ്ധിയെ അദ്ദേഹം വിനിയോഗിച്ചു. അടക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദേഹമന്വേഷിച്ച് എത്തുന്ന ശിഷ്യ സ്ത്രീകളോട് ദൂതൻ പറയുന്നത് അവൻ ഇവിടില്ല എന്നാണ്. ഒഴിഞ്ഞ കല്ലറയുടെ അരികെ നിന്നുള്ള ഈ അറിയിപ്പ് നിറഞ്ഞ ആഹ്ലാദമായി അവരുടെ ഉള്ളത്തിൽ നിറഞ്ഞ് അവർ തിരികെ പോകുന്നതാണ് ഈ കവിതയുടെ സന്ദർഭം. ക്രിസ്തുവിനെ വേദാന്ത സ്വരൂപൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ ആലോചന അമൃതത്വം പ്രത്യേകം ശ്രദ്ധേയമാണ്.
പരന്നില്ലവനീലാദിത്യകരാങ്കുരം പറന്നു തുടങ്ങിയില്ലണ്ടജങ്ങളിൽ മഗ്ദലേനയും ബഥാനിയായിലെ മറിയയും മാന്യയാം യോവന്നയും ശ്രീലയാം സലോമിയും ക്രിസ്തുനാഥന്റെ പുണ്യശരീരം വിശ്രമിക്കും കല്ലറയുടെ ചാരത്തണഞ്ഞു നിഗൂഢമാ. നിർമ്മല ശവകുടീരത്തിൻ്റെ കവാടത്തിൽ നിക്ഷേപിച്ചിരുന്നൊരു ഭീമമാം ശിലാഖണ്ഡം തെല്ലകലത്തായി കണ്ടു കമ്പിതാംഗരായി തീർന്നു കല്യാണഗാത്രം ഹൃദമെന്നോർത്തു വിഷമിച്ചു. പരിഭ്രാന്തരായി ചുറ്റും നോക്കവേ വെള്ളവസ്ത്രം ധരിച്ചു നിൽക്കും രണ്ടു മാലാഖമാരെ കണ്ടാർ. ഞെട്ടിപ്പോയി നിർമ്മലാംഗിമാരവർ ഭയം കൊണ്ടു പെട്ടെന്നാ ഹിമപ്രവരവരോടേവമോദി. പേടിച്ചിടേണ്ട മാന്യമാനിനിമാരെ, നിങ്ങൾ തേടിടും മഹാത്മാവീ രംഗത്തിലെങ്ങുമില്ല. മംഗളാത്മകനുയർത്തെഴുന്നേറ്റിരിക്കും ഭംഗിയോ മൃതന്മാരിൽ നടക്കുന്നതമരരേ. മനുഷ്യപുത്രൻ മഹാപാപികൾക്കധീനനായി മരക്കുരിശിന്മേൽ തറയ്ക്കപ്പെടും ദയാഹീനം. മൂന്നാം നാളുത്താടനം ചെയ്തിടുമെന്നമരേശൻ മുന്നമോദിയ വാക്യം വിസ്മരിച്ചുവോ നിങ്ങൾ? വേഗം പോയി പറയുക തൽസഹോദരരോട്, വേദാന്ത സ്വരൂപൻ തൻ വിസ്മയോത്ഥാനവാർത്ത. വേഗം പോയി പറയുക തൽസഹോദരരോട്, വേദാന്ത സ്വരൂപൻ തൻ വിസ്മയോത്ഥാനവാർത്ത. വേദാന്ത സ്വരൂപൻ തൻ വിസ്മയോത്ഥാനവാർത്ത. സംസ്കൃത പ്രചുരമായ ക്ലാസിക് ശൈലിയിൽ ശ്രീ ഇടയാറന്മുള കെ.എം. വർഗീസ് തിരുവുത്ഥാനത്തെക്കുറിച്ച് പാടുന്നു. മഹിമാതിരേകത്താൽ
പ്രൗഢഗംഭീരമായ മഹാസംഭവത്തിൻ്റെ അക്ഷരസാക്ഷ്യമായി കവിത മാറുന്നു. ദ്രാവിഡ കേകയുടെ ഈണത്തിൽ കഥാകഥനം നിർവഹിക്കുന്ന കവി അതിശയോക്തികളിലേക്കോ അതിഭാവുകത്വത്തിലേക്കോ കടക്കാതെ വസ്തുസ്ഥിതികൾ അടുക്കി പ്രതിപാദിക്കുമ്പോൾ വിശ്വസനീയത ഏറുന്നു. ക്രിസ്തുദേവചരിതം എന്ന മഹാകാവ്യത്തിലെ സ്വർഗാരോഹണ കാണ്ഡത്തിൽ ഒന്നാം പടലമായ പുനരുത്ഥാനം നമുക്കും ശ്രദ്ധിക്കാം. വട്ടത്തിനൊന്നാം നാളിലെ പ്രത്യുഷസിന്നാദ്യ ധൂസരവർണ്ണ കോമള മയൂഖങ്ങൾ ഇരവിൻ കരിമ്പോള പൊട്ടിച്ചു തള്ളിക്കൊണ്ടു വിരിഞ്ഞു നീണ്ടു പൂർവചക്രവാളത്തിൻ മീതേ മൂന്നു നാളുകളായി ദുർവഹശോകം കൊണ്ടു മൂകങ്ങളായി തരുകുഞ്ചകോടരങ്ങളിൽ മേവിന കോകിലാദി ഖഗജാതങ്ങളെ പുനരാവിരാനന്ദം വാനിലുയർന്നു പാറിപ്പാറി ലോകൈക മഹാമഹ സുപ്രഭാതമേ ഹാർദസ്വാഗതമെന്നു കളകാകളിയാരംഭിച്ചു. ഗുരുദേവനെ ചൊല്ലിക്കരഞ്ഞു കരഞ്ഞ് അശ്രു ചൊരിയാനില്ലാതായ മറിയം മഗ്ദലേന തിരുഭക്താഢ്യമാരിലൊരു ധന്യയാം മറ്റേ മറിയത്തോടും മറ്റു ഭക്തമാരോടും കൂടി സുഗന്ധദ്രവ്യങ്ങളുമേന്തിക്കൊണ്ടെങ്ങിത്തെങ്ങി ഭഗവത് കബറിടം ലക്ഷ്യവുമാക്കിക്കൊണ്ടും കല്ലറവായ്ക്കല്ലുകൾ നീക്കിത്തന്നിടാനാരെന്ന് അല്ലൽ പൂണ്ടുമേ പുറപ്പെട്ടിത പ്രാതകാലേ. വനികാന്തരെ പുക്കങ്ങർദ്ധാന്ധകാരെ മന്ദം വഴി തെറ്റാതെ കണ്ടു തപ്പിയും തടഞ്ഞുമേ മുന്നോട്ടു ചെല്ലും പോതു കണ്ടാര കബറിടം ചന്ദ്രികാധവളാഭ ചർച്ചിത പര്യന്തമായി. കല്ലറയതിൻ മുഖദ്വാരേ വിന്യസിച്ചോരക്കൽ തളിരത്തെ നീക്കി വെച്ചിട്ട് ആയതിന്മീതേ ആസനസ്ഥനായോരു സ്വർലോകദൂതൻ പരിഭാസുര ശുഭ്രാംബരവേഷ്ടിതൻ
തേജോമയൻ വിങ്ങിയും വിതുമ്പിയും ഉഴറ്റോടങ്ങെത്തിന മംഗലാംഗിമാരെ പാരമന്താളിപ്പതു കാൺകെ ചിത്താനുകമ്പാപൂർവം ചൊല്ലിനാൻ. നല്ലാർമണിമുത്തുകളായുള്ളോരേ ശങ്ക കൈവെടിയുവിൻ, നിങ്ങളാരെന്നും വന്നതെന്തിനാണെന്നുമെല്ലാം ഇങ്ങറിയുന്നേനഹം. നിങ്ങളാരെന്നും വന്നതെന്തിനാണെന്നുമെല്ലാം ഇങ്ങറിയുന്നേനഹം. ഇങ്ങവനില്ലയല്ലോ മൃതന്മാർക്കിടയിലോ മരണമില്ലാത്തോനെത്തിരവൂ തിരുമൊഴി സംസ്മരിച്ചിലേ നിങ്ങൾ. സത്യവാക്കാകും അവൻ പ്രവചിച്ചോണം പുനരുത്ഥാനം ചെയ്തിരിപ്പൂ. വൈകാതെ മുതാ നിങ്ങൾ വൃത്താന്തമിതു ചെന്നു ശിഷ്യന്മാരോടു ചൊൽവിനെത്തിടുമവൻ പാരാത ഗലീലയിലെന്നും. സ്ഫായദാനന്ദാശ്ചര്യ സംഭ്രമങ്ങളോടോടിപ്പോയി ചെന്നറിയിച്ചാർ സംഭവം കേഭാവോടും യോഹന്നാനോടും. എന്നാൽ ആയതപ്പുമാന്മാർക്കു യോശമാരുടെ മനോവിഭ്രമമെന്നേ തോന്നി. കല്ലറ തുറന്നല്ലോ കിടന്നു തിരുമെയ്യു കണ്ടീലങ്ങതിലെന്നു വിണ്ടുമേ മഹിളമാർ. തീരഞ്ചും തറപ്പിച്ചു ചൊൽകയാൽ ശിഷ്യാഗ്രന്മാർ ആരാമം ലക്ഷ്യമാക്കി ധാവനം ചെയ്താർ. ആവൂഹൃതമായിതോ തിരുഭൗതികാവശിഷ്ടമെന്ന് ഉദിതാശങ്കമൂലം ആതങ്കാകുലന്മാരായി. ഓടി ആദ്യമായെത്തി യോഹന്നാൻ കുടീരകവാതിൽക്കൽ നിന്നാൻ. എന്നാൽ കേഭാവോ ജൂതാചാരമൊന്നുമേ നിനയാതെ ഉള്ളിലേക്കോടിക്കേറിച്ചെന്നുറ്റു നോക്കിക്കൊണ്ടു നിൽക്കയായി സവിസ്മയം. പാദങ്ങൾ പൊടി തട്ടിത്തുടച്ചു യോഹന്നാനും സാദരമകം പുക്കിയൊക്കവേ സമീക്ഷിച്ചാൻ. പാദങ്ങൾ പൊടി തട്ടിത്തുടച്ചു യോഹന്നാനും സാദരമകം പുക്കി ഒക്കവേ സമീക്ഷിച്ചാൻ. സുഗന്ധദ്രവ്യങ്ങൾ തൻ തൂമണം തുളുമ്പുമാ ശവമന്ദിരേ തിരുവുടമ്പു കാൺമാനില്ല. സുഗന്ധദ്രവ്യങ്ങൾ തൻ തൂമണം തുളുമ്പുമാ ശവമന്ദിരേ തിരുവുടമ്പു കാൺമാനില്ല. മലയാളിയുടെ ആത്മീയ അന്വേഷണത്തിന് ഒരു നവഭാവുകത്വം നൽകുന്ന സന്യാസി വൈദികൻ ആദരണീയനായ ബോബി ജോസ് അച്ഛൻ കാലം എന്ന തൻ്റെ കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു നിരീക്ഷണം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്: ഒരു ഗോതമ്പുമണിയിൽ മരണവും ഉയിർപ്പും മുദ്രണം ചെയ്തിരിക്കുന്നുവെന്ന് ലോകത്തോട് ആദ്യം മന്ത്രിക്കുന്നത് ഒരുപക്ഷെ ക്രിസ്തുവാകാം.
നിലത്തു വീണ് അഴിയുവാൻ സമ്മതിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഉള്ളിലെ ഹരിത വിശുദ്ധി പുറത്തേക്ക് നാം പെടുക്കാത്തത്. അദ്ദേഹം ചേർത്ത് പറയുന്നു, അങ്ങനെയെങ്കിൽ ഒരാളുടെ ഉള്ളിലെ ഏറ്റവും നല്ലത് പുറത്തു വരുന്നതിനെയാണ് ഉത്ഥാനമെന്ന് വിളിക്കേണ്ടത്. ഈ ഈസ്റ്റർ ലില്ലികളിലൂടെ ഈ സർഗസൗഹൃദത്തിൽ നിന്നും ഒഴുകി ഇറങ്ങിയ വരികൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തെ അല്പമെങ്കിലും ആർദ്രീഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഉത്ഥാനത്തിൻ്റെ ആ വലിയ സമാധാന അനുഭവം കൊണ്ട് നമ്മളുടെ ഉള്ളവും നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ഏറെ കൃതാർത്ഥരാണ് ഈ കവികളോടൊപ്പം. ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷം നാം ഇടപെടുന്ന ഇടങ്ങളിൽ കരുതലും കരുണയുമായി നാം വഴിയായും നമ്മിലൂടെയും പരിമളം പരത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. എത്രയോ മഹത്തമം ദൈവനന്ദനൻ തന്റെ ഉത്ഥാനം, ലോകോത്തരമറിഞ്ഞീലൊരുത്തനും സർവമറിഞ്ഞുള്ളം കുളിർത്തു ചിരിക്കുവാനുണർവിലുണ്ടായതു ലില്ലിപ്പൂ ചെടി മാത്രം. സർവമറിഞ്ഞുള്ളം കുളിർത്തു ചിരിക്കുവാൻ